സംസ്ഥാനത്തെ 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ നടൻ മമ്മൂട്ടിക്ക് ഇത്തവണ വോട്ട് ചെയ്യാനാവില്ല എന്ന വാർത്ത ശ്രദ്ധ നേടുന്നു. ഇതായിരുന്നു രാവിലത്തെ ചാനലുകളിലെ സ്ക്രോളിംഗ് ആൻഡ് ബ്രേക്കിംഗ്. 2 ടേമായി കേരളം ഭരിച്ചു തകർക്കുന്ന ഇടതന്മാർക്ക് സ്വന്തം രാഷ്ട്രീയ ചാനലിൻ്റെ ചെയർമാൻ്റെ വോട്ട് പോലും ഉറപ്പിക്കാനായില്ല എന്നത് എന്തുമാത്രം കഷ്ടമാണ്, ഗതികേടാണ്. മമ്മൂട്ടിയുടെ വോട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് പോലും ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കേരള ഗവർണറായി എത്തിയ രാജേന്ദ്ര അർലേക്കർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ തിരുവനന്തപുരത്തെ ജവഹർ നഗറിലും കേന്ദ്രമന്ത്രി നടനുമായ സുരേഷ് ഗോപി ശാസ്തമംഗലത്തെ തൻ്റെ വീടിനടുത്തുള്ള സ്കൂളിലുമെത്തി വോട്ട് ചെയ്തത് അവർക്ക് അവിടെ തന്നെയാണ് വോട്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം തന്നെയാണ്. അത് ഒരു വോട്ടറുടെ കടമയാണ്. അതിലുമുപരിയായി ആ വാർഡിലെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉത്തരവാദിത്തമാണ് കഴിഞ്ഞ തവണത്തെ വോട്ട് ഇത്തവണയും തുടരുന്നുണ്ടോ അത് ഉറപ്പാക്കണ്ടേ എന്ന കാര്യം. ഇവിടെ മഹാനടനായി വെള്ളിത്തിരയിൽ അഭിനയിച്ച് തകർത്ത് കിടക്കുന്ന കൈരളി TV ചെയർമാൻ ശ്രീമാൻ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. വോട്ടർ പട്ടികയിൽ മമ്മൂട്ടിയുടെയും കുടുംബത്തിൻ്റെയും പേരില്ല എന്നത് തന്നെയാണ് ഒറ്റ കാരണം. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കൃത്യമായി വോട്ട് ചെയ്യാനെത്തിയിരുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇത്തവണ വോട്ടില്ല എന്നാണ് ന്യൂസ് ചാനലുകളുടെ വിശേഷണം. അല്ലാതെ വോട്ട് ചെയ്യാൻ വന്നില്ല എന്നല്ല. വോട്ടർ പട്ടികയിൽ ഇത്തവണ മമ്മൂട്ടിയുടെ പേര് ചേർത്തിട്ടില്ല. കൊച്ചി നഗരസഭ 44-ാം ഡിവിഷനിലാണ് താരത്തിൻ്റെ വീട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്തിരുന്നി CKC LP സ്കൂളിലെ 4-ാം ബൂത്തിൽ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പതിവ് പോലെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇന്ന് ആ ഒരു ദൃശ്യത്തിനായി കൈരളി TV സമയം ഒഴിച്ചിട്ടിരുന്നതുമാണ്. പക്ഷേ സാധിച്ചില്ല. ഇത്തവണ ആ മഷി പുരണ്ട വിരൽ ഉയർത്തിക്കാട്ടാനുള്ള സമ്മതിദാന ഭാഗ്യം മമ്മൂട്ടിക്കും കിട്ടിയില്ല. അത് ഷൂട്ട് ചെയ്ത് വീഴ്ചയടിക്കാനുള്ള കൈരളി TVയുടെ പ്ലാനിംഗ് പോലും വോട്ടർ പട്ടികയിൽ പേരില്ലാതായതോടെ വെള്ളത്തിലായിപ്പോയി. മമ്മൂട്ടിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിപ്പോയതാണോ, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ മമ്മൂട്ടിയുടെ പേര് ചേർക്കാതെ പോയതാണോ എന്നീ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. മമ്മൂട്ടിയുടെ പേര് ഉൾപ്പെടുത്താത്തത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ CPM അടക്കം മതേതരത്വം മണിക്കൂറുകൾ തോറും വിളമ്പുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും നാണക്കേടാണ്. രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചേർക്കാൻ നടത്തുന്ന ശ്രമങ്ങളിലെ കാര്യക്ഷമതയില്ലായ്മ കൂടിയാണ് മമ്മൂട്ടിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തതിൽ നിന്നും വ്യക്തമാകുന്നത്. മമ്മൂട്ടിയുടെ പേര് വോട്ടർ പട്ടികയിലില്ലെങ്കിൽ ആർക്കാണ് കുഴപ്പം? 44-ാം ഡിവിഷനിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് തന്നെ. പാവം അറിഞ്ഞുപോലും കാണില്ല സാക്ഷാൽ മമ്മൂട്ടിക്ക് അവിടെ വോട്ടില്ലെന്ന്. ഒന്ന് ഉറപ്പാക്കണമെന്ന് CPMൻ്റെ സ്വന്തം പാർട്ടി ചാനലിൻ്റെ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിയുടെ വോട്ട് ഉറപ്പിക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് സ്ഥാപിച്ചില്ലെങ്കിൽ അത് CPMൻ്റെ വീഴ്ച തന്നെയാണ്. പിന്നെ എങ്ങനെ നാട്ടിലുള്ള മറ്റ് വോട്ടർമാരുടെ വോട്ട് CPM ഉറപ്പിക്കും എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. ഇതിപ്പോൾ പാർട്ടിക്കാരനായതുകൊണ്ട് മാത്രം മമ്മൂട്ടിയെ പരാതി പറയാനൊന്നും നിന്നിട്ടില്ല. പറഞ്ഞാലത് സർക്കാരിനെതിരായ പരാതിയായി പോവും. ഇതാണ് കേരളം ഭരിക്കുന്ന ഇടത് പാർട്ടി. സ്വന്തം സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട ഉറപ്പായ വോട്ടുകൾ പോലും ഇത്തവണ ഉണ്ടെന്നോ ഉറപ്പാക്കാനോ പോലും സാധിക്കാത്ത തിരക്കിലാണത്രേ കൊച്ചിയിലെ CPM നേതാക്കൾ. അവർ സ്വർണ്ണപ്പള്ളി കേസ് ഒതുക്കി തീർക്കുന്നത് എങ്ങനെ, രാഹുൽ മാങ്കൂട്ടം വഴി കോൺഗ്രസ്സുകാരെ എങ്ങനെ നാണം കെടുത്താം തുടങ്ങിയ തിരക്കേറിയ ജോലികളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ചാനൽ ചെയർമാൻ്റെ ഒരു വോട്ട്. എന്തായാലും മമ്മൂട്ടിക്കതിൽ വിഷമമൊന്നുമില്ലെന്ന് പിന്നീടും പറയുന്നു. ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് തനിക്ക് നൽകാതെ മോഹൻലാലിന് നൽകിയതിന് പോലും കേന്ദ്രത്തെ കുറ്റം പറയാത്ത വ്യക്തിയാണ് മമ്മൂട്ടി. എന്നാലെന്ത്, സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് മമ്മൂട്ടിക്ക് ഒരു സ്വീകരണം ഒരുക്കി ആശ്വസിപ്പിക്കുകയും ചെയ്തു. ആ സ്വീകരണത്തിന് സ്റ്റേജ് ഒരുക്കിയ കരാറുകാരൻ ഇപ്പോഴും സാംസ്കാരിക വകുപ്പിൽ കയറി ഇറങ്ങുകയാണ് അന്നത്തെ ബില്ലൊന്ന് മാറ്റിക്കിട്ടാൻ. ഇതാണ് CPMൻ്റെ ഗതികേട്. പുതുതായി വോട്ടർമാരെ ചേർക്കാനും അവർക്ക് താല്പര്യമില്ല. ഉള്ള വോട്ടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനും മെനക്കെടാത്ത ഒരു പാർട്ടി.